മക്കയിൽ തീർത്ഥാടനത്തിന് പോയ ഹൈദരാബാദ് സ്വദേശികൾക്ക് വാഹനാപകടത്തിൽ ദാരുണാന്ത്യം. 40ഓളം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട്. ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങവേ സഞ്ചരിച്ച ബസ് ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അഭിലാഷ് രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, ഏറെ വേദനിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. ഇന്ത്യക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. 40 എന്നത് ആ ബസ്സിലുണ്ടായിരുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഈ രാവിലെ നമുക്ക് പറയാനുള്ളത്. മക്കയിൽ തീർത്ഥാടനം കഴിഞ്ഞ് ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോവുകയായിരുന്ന ബസ്, അതിൽ മുഴുവൻ ഹൈദരാബാദ് സ്വദേശികളാണ്, ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇവർ പോയ വാഹനം മറ്റൊരു ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. അതിൽ 43 പേർ ആ വാഹനത്തിലുണ്ടായിരുന്നതായിട്ടുള്ളതാണ് വിവരം. അതിൽ 42 പേരും കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് എന്ന് പറയുന്ന 25-കാരനാണ് ഈ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്നാണ് വിവരം. ഇയാൾ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണെന്നുള്ളത് പുറത്തു വരുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും മരിച്ചു എന്നുള്ള ദാരുണമായ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. അതിൽ 20 പേർ സ്ത്രീകളും 11 പേർ കുട്ടികളുമാണെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് 10 വയസ്സിന് താഴെ മാത്രമാണ് പ്രായമെന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്ത. മദീനയിൽ ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ബദറിനും മദീനയ്ക്കുമിടയിൽ മുഫറാഹാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിൽ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30, അതായത് സൗദി സമയം രാത്രി 11 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അതിൽ തീർത്ഥാടകൻ മുഴുവൻ ഹൈദരാബാദ് സ്വദേശികളാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ 25 വയസ്സുള്ള ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും തീപിടുത്തത്തിൽ കത്തിക്കരിഞ്ഞുപോയി എന്നുള്ളതാണ് വിവരം. ഇതിൽ ഈ ബസ് കൂട്ടിയിടിച്ചത് ഒരു ടാങ്കർ ലോറിയിലാണെന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ മരണസംഖ്യയുടെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ, വാർത്തകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. വാഹനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അതിൽ 20 സ്ത്രീകളും 11 കുട്ടികളും ഉണ്ടെന്നുള്ള ആ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ മരണസംഖ്യയിൽ എത്ര പേർ മരിച്ചിട്ടുന്നുള്ള മാത്രം കൃത്യമായ കണക്ക് മാത്രമേ ഇനി സ്ഥിരീകരിക്കാനുള്ളൂ. ബാക്കി ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെട്ട ആൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. എത്രയും വേഗം തന്നെ അയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ഇന്ന് രാവിലെ 1:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. അഭിലാഷ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബദറിനും മദീനയ്ക്കും ഇടയിലുള്ള സ്ഥലം, അത് മുഫറാത്ത് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂവെങ്കിൽ പോലും ഈ പ്രദേശത്ത് വിശാലമായ പാതയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രവുമല്ല, അവിടെ അതിവേഗമാണ് വാഹനങ്ങൾ സഞ്ചരിക്കുക. അങ്ങനെ അതിവേഗ പാത തന്നെ ആയിരിക്കണം ഇത്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്, അതായത് കൂട്ടിയിടി നടന്നത് എന്നതിൽ കൂടുതൽ വ്യക്തതയുണ്ടോ? സ്വാഭാവികമായും സൗദിയിൽ നിന്നുള്ള അധികൃതരുടെ പ്രതികരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എങ്കിൽ പോലും. അഭിലാഷ്, നമുക്കറിയാം ഈ സൗദിയിലെ പാതകളെന്ന് പറയുന്നത് എക്സ്പ്രസ് ഹൈവേകളാണ്. അവിടെ സാധാരണയായി അപകടം നടക്കുന്നത് ഒരേ വരിയിലെ വാഹനങ്ങൾ അമിത വേഗത്തിൽ പോകുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് വരിവരിയായിട്ട് അവിടെ സാധാരണയായി അപകടങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് വാർത്തകൾ ലഭിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ എന്താണ് ഇത് കൂട്ടിയിടിച്ചുണ്ടായതെന്നാണ് പറയുന്നത്. അതായത് എതിർദിശയിൽ വന്ന വാഹനങ്ങൾ തമ്മിൽ ഇടിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചു? ഇനി രാത്രിയാണ് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ? എതിർദിശയിൽ വന്ന ടാങ്കർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ? അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് ലൈൻ മാറി കയറി ഇടിച്ചതാണോ? തുടങ്ങിയിട്ടുള്ള നിരവധി സംശയങ്ങളും ഒക്കെ നമുക്ക് ഉണ്ട് ഈ മണിക്കൂറിൽ. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അടക്കം പോകുന്ന വാഹനമാണ്. വലിയ രീതിയിൽ തീർത്ഥാടനമെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ ക്ഷീണിച്ച് ഉറങ്ങി യാത്ര ചെയ്യുന്ന ആളുകളായിരിക്കാം. ആ ഒരു സാഹചര്യത്തിലാണ്, രാത്രിയാണ് ഇത്തരത്തിൽ ഇടിച്ച് അത് മറിയുകയായിരുന്നില്ല ചെയ്തത്, ഇടിച്ച് അത് കത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു വാഹനം എന്നുള്ളതാണ്. അത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതുകൊണ്ട് തന്നെ ആർക്കും രക്ഷപ്പെടാൻ, അതായത് വാഹനം ഇടിച്ച സമയത്ത് വാഹനത്തിൽ നിന്ന് തെറിച്ചു പോയ വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ബാക്കി വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതേണ്ടത്. ഇത് ഇപ്പോൾ ഇന്ത്യൻ അധികൃതർ, അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അടക്കമുള്ള ആളുകൾ അവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വാഹനത്തിൽ ഉണ്ടായിരുന്ന എത്ര പേരാണ്, അവരുടെ അതിൽ ആരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ട് തുടങ്ങി
തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും ദാരുണമായ സംഭവം നടക്കുന്നു. ഇന്ത്യക്കാർ സൗദിയിലെ ഉംറ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയ ഹൈദരാബാദ് സ്വദേശികൾ വാഹനാപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ 42ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭിക്കുന്നത്. അതായത് അഭിലാഷ് സൂചിപ്പിക്കുന്ന പോലെ ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. അപ്പോൾ അപകടമുണ്ടായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുമാത്രവുമല്ല, വാഹനം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അഭിലാഷ് അതായിരിക്കുമല്ലേ ഈ മരണസംഖ്യ അല്ലെങ്കിൽ മരണപ്പെട്ടവരുടെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിടാനുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. കാരണം ഈ ഉംറ തീർത്ഥാടനത്തിനായി നിരവധി ആളുകളാണ് പോകുന്നത്. പക്ഷേ അവരെല്ലാം കൃത്യമായ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പോകുന്നത്. ചിലരൊക്കെ പലപ്പോഴും ഈ ഉംറ ഒക്കെ നടത്തിയ ശേഷം അവിടെയൊക്കെ നിലകൊള്ളുകയും തിരിച്ചു വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അതായിരിക്കുമോ, അതായത് കൃത്യമായൊരെണ്ണം നിശ്ചയിക്കുന്നതിലും അത്തരം കാര്യങ്ങൾ? ഇനിയിപ്പോൾ ഈ സംഘത്തിൽ പെട്ടവരുടെ ഡേറ്റകൾ, പാസ്പോർട്ടുകൾ അതെല്ലാം പരിശോധിച്ച ശേഷം ആയിരിക്കുമല്ലേ ഔദ്യോഗികമായൊരു കണക്ക് നമുക്ക് ലഭ്യമാവുക? അതെ, തീർച്ചയായും അഭിലാഷ്. കാരണം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്, ഇപ്പോൾ നമുക്ക് മൃതദേഹങ്ങൾ ഇത്ര കിട്ടിയാലും അത് ആരൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതിൽ ഡ്രൈവർ ഇപ്പോൾ അവിടുത്തെ ആളാണെങ്കിൽ, ഇപ്പോൾ സൗദിയിലുള്ള ആളാണ് ആയിരിക്കുമല്ലോ അവിടുത്തെ ആ വാഹനത്തിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ അയാളാണെങ്കിൽ ഇന്ത്യക്കാരനെന്ന് കണക്കാക്കാൻ കഴിയില്ല. ആ വാഹനത്തിൽ എന്തെങ്കിലും തൊഴിലാളികളുണ്ടെങ്കിൽ അയാൾ ഇന്ത്യക്കാരെന്ന് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ എത്ര ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ പുറത്തു പറയാൻ കഴിയുകയുള്ളൂ. ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ DNA പരിശോധന കരിഞ്ഞ സ്ഥിതി ആയതിനാൽ തന്നെ ഇത് ഏറെ ദുഃഖകരമായിട്ടാണ് പറയേണ്ടി വരുന്നത്. മൃതദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലായതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാനുള്ള താമസമുണ്ട്. DNA ടെസ്റ്റ് അടക്കം നടത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹങ്ങൾ തിരിച്ചറിയുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി മറ്റ് അന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത്ര പേർ കൃത്യമായി ഇത്ര ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കൂ. ഇത്തരം നടപടികൾ പൂർത്തിയാക്കാനായി സൗദിയിലെ പോലീസും അതുപോലെ ഇന്ത്യൻ ഇവിടുത്തെ ഈ യാത്ര തരപ്പെടുത്തിയ ടൂറിസ്റ്റ് കമ്പനി അടക്കം ട്രാവൽ ഏജൻസി അടക്കമുള്ള ആളുകൾ അവിടെ എത്തി പരിശോധനകളും അതിൻ്റെ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നമുക്ക് ആരൊക്കെയാണ് മരിച്ചത്, എത്ര പേരാണ് ആ സംഘത്തിൽ ഇന്ത്യക്കാരായി ഉണ്ടായിരുന്നത്, ഇന്ത്യക്കാർക്ക് പുറമെ എത്ര പേർ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും 20 സ്ത്രീകളും 11 കുട്ടികളും എന്നുള്ളത് വാർത്ത സ്ഥിരീകരിച്ചതാണ്. 31 പേർ അതിൽ സ്ത്രീകളും കുട്ടികളുമാണെന്നുള്ള ദാരുണമായ വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. ബാക്കി ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത കൂടി, ഒരു 25-കാരനായിട്ടുള്ള അബ്ദുൾ ഷുഹൈബ് മുഹമ്മദ് രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. പക്ഷേ പൂർണ്ണമായും എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. അത് ഇത്രയും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ആ വാഹനം കത്തി അമർന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയത്. വരും മണിക്കൂറുകളിൽ നമുക്ക് ഈ വാർത്തയിൽ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. പ്രത്യേകിച്ച് സൗദി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടാകണം. എത്ര പേർ ആണ് മരണപ്പെട്ടത്, എന്താണ് സംഭവിച്ചത്, അപകടം എങ്ങനെയാണ് ഉണ്ടായത്, ഇതിലെല്ലാം വ്യക്തത കൈവരണം.